പേഴ്സണലായിട്ട് ഒത്തിരി പറയാൻ താല്പര്യമില്ല. 20 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടെന്നാലും എനിക്ക് ചിലപ്പോൾ ഒരു 30-35 വയസ്സുണ്ടെന്ന് തോന്നുമായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ സ്കിന്നിൻ്റെ എൻ്റെ ബോഡിയുടെയും കണ്ടീഷൻ. ഞാൻ പറഞ്ഞാൽ ആൺകുട്ടികളെക്കാട്ടിലും പെൺകുട്ടികൾ ജിമ്മിൽ പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ചെല്ലുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഞാൻ കുറച്ച് കറുത്തിട്ടാണ്, ഇത്തിരി വണ്ണമുണ്ട്. പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം, പെട്ടെന്ന് വണ്ണം കുറയ്ക്കാനുള്ള ഒരു ഡ്രിങ്ക് പറഞ്ഞു തരുമോ? സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ പാക്കറ്റിൽ വരുന്ന ജ്യൂസസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് നമുക്ക് പേയ്മെൻ്റ് ആയിരിക്കില്ല, പകരം അവരെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മേക്ക് ഷുവർ നമ്മൾ എല്ലാ ദിവസവും 5 കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നുണ്ട്. എനിക്ക് ചായ ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചോറ് നിർബന്ധമാണ്, ചോറ് മാറ്റിയിട്ട് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഓരോ കണ്ടീഷൻസ് ഉണ്ടല്ലോ. ഹായ്, മൂവി വേൾഡിന്റെ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ രാജി. ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ഫിറ്റ്നസ് ട്രെയിനറായ ആര്യയാണ്. ഹായ് ആര്യ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എങ്ങനെയാണ് ഒരു ഫിറ്റ്നസ് ട്രെയിനറിലേക്കുള്ള തുടക്കം എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ കുട്ടികളുടെ ഡെലിവറിക്ക് ശേഷമാണ് ശരിക്കും ഫിറ്റ്നസ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നതും റിയലൈസ് ചെയ്ത് ഫീൽഡിലേക്ക് വരുന്നത്. ഞാനൊരു 8 വർഷമായിട്ട് ഫീൽഡിലുണ്ടെങ്കിലും ഫിറ്റ്നസ് ട്രെയിനർ എന്ന രീതിയിൽ ഞാൻ മാറിയിട്ട് 3 years ആവുന്നതേ ഉള്ളൂ. ഫിറ്റ്നസ് ട്രെയിനറായിട്ട്. അപ്പം മൂത്ത് 2 പെൺകുട്ടികളാണ്. അതെ. അപ്പം ഒരു 95-ൽ നിന്നാണ് അല്ലേ, 95 കിലോയിൽ നിന്ന് 60-ലേക്ക്, അതെങ്ങനെയായിരുന്നു ആ ഒരു ജേണി? എൻ്റെ ആദ്യത്തെ മോളുടെ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ ശരിക്കും വെയിറ്റ് പുട്ട് ഓൺ ചെയ്യുന്നത്, ആ ഒരു പോസ്റ്റ് പാർട്ടം സ്റ്റേജിലൊക്കെ. അപ്പോൾ അത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പോസ്റ്റ് പാർട്ടം ആണല്ലോ, നമുക്ക് ഭയങ്കര ഡിപ്രഷനും ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ബാക്ക് ടു നോർമൽ ആകാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. സാധാരണ എല്ലാവർക്കും വെയിറ്റ് കൂടിക്കഴിഞ്ഞെന്നാൽ പെട്ടെന്ന് ഇത് എങ്ങനെയെങ്കിലും കുറയ്ക്കണം, പെട്ടെന്നൊരു മാറ്റം വേണം എന്നായിരിക്കും ആഗ്രഹിക്കുക. പക്ഷെ എനിക്കത് അങ്ങനെ വേണ്ടായിരുന്നു. ഞാൻ സമയമെടുത്താണ്, ഭയങ്കര ടൈം എടുത്തൊരു 1.5 to 2 years എടുത്തിട്ടാണ് ഞാനൊരു 60 kgയിലേക്ക് തിരിച്ചു വരുന്നത്. അതെങ്ങനെയായിരുന്നു ആ യാത്ര? ഇങ്ങനെ പ്രത്യേകിച്ച് വേറെ ആരുടെയും ഫിറ്റ്നസ് ട്രെയിനറിന് അടുത്ത് പോയി ചെയ്താണോ അതോ? ഇല്ല, എനിക്ക് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പുറത്ത് പോയി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഞാൻ ഹോം വർക്കൗട്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ഒരു 10-15 കിലോ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് ബേസിക് ആയിട്ടുള്ള മീൽ ബാലൻസിങ് ഒക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു 10-15 കിലോ വരെ കുറച്ചത്. പിന്നെയാണ് ജിമ്മിൽ പോകാനും പയ്യെ ബാക്ക് ടു ട്രെയിനിങ് എല്ലാം വന്നതൊക്കെ. സ്വന്തം അനുഭവത്തിൽ തന്നെയാണ് മറ്റുള്ളവർക്കും മറ്റു വീട്ടമ്മമാർക്കും ഇതുപോലെ ചെയ്യാം. തീർച്ചയായും. ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആകാൻ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 5 വർഷം ഒരു ഫിറ്റ്നസ് അക്കാഡമിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെല്ലാവരും ഫിറ്റ്നസ് ട്രെയിനേഴ്സും ബോഡി ബിൽഡിങ് ചെയ്യുന്നവരും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. സോ ബിറ്റ്വീൻ ഞാൻ ചെറുതായിട്ടൊക്കെ ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലാക്കിയിട്ടില്ല. ബിക്കോസ് ഞാനൊരു അക്കാഡമിയുടെ പാർട്ടായിരുന്നതുകൊണ്ട്. ഡെലിവറിക്ക് ശേഷം എൻ്റെ വർക്കിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് ശരി ഞാനൊന്ന് സെൽഫായിട്ട് ട്രൈ ചെയ്യാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെൽഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. എനിക്ക് കുറേ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ 1-2 പേരെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് അതൊരു വലിയ ടീമായിട്ട് മാറുന്നത്. ഓക്കെ. അപ്പോൾ ഡിഗ്രിക്ക് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു. അതിനുശേഷം എന്താണ് ഈ ഒരു മേഖലയിൽ തന്നെ പോകണമെന്ന് ആഗ്രഹം? ഞാൻ ആക്ച്വലി എനിക്ക് ഫിറ്റ്നസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളായിരുന്നു. ഞാൻ ഡിഗ്രി എല്ലാം പോകുന്ന സമയത്ത് കൊച്ചിലെ മുതൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കണം, കുറേ ക്ലാസ്സസ് എല്ലാം അന്വേഷിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചൊക്കെ പരിചയപ്പെട്ട് ട്രിവാൻഡ്രത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ നല്ല നല്ല ഫിറ്റായിട്ടുള്ള കുട്ടികളാണ്. ഞാൻ മാത്രമാണ് കൂട്ടത്തിലൊരു ഓഡ് വൺ, കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അപ്പം എൻ്റെ അവിടുത്തെ ഒരു ടീച്ചർ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നീ ജിമ്മിലൊന്ന് പോയി നോക്ക്, ചിലപ്പോൾ ശരിയാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ട്രിവാൻഡ്രത്ത് തന്നെ ജിമ്മിൽ പോകാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ട്രെയിനേഴ്സ് എന്നെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തു. അവർ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറേ ദിവസം കഴിയും തോറും ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി ഫാഷൻ ഡിസൈനിങ് അല്ല, എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു ഫീൽഡാണ്, എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. അങ്ങനെ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറേ കോഴ്സസ് ഞാൻ അന്വേഷിച്ച് ഒരു കോഴ്സായിട്ട് പഠിച്ചു. അതിൽ നിന്ന് ഇൻസ്പയർഡായി ഡിഗ്രി ഫിനിഷ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. എന്തൊക്കെയോ ദൂര അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോമ സ്റ്റേജിൽ കൂടി കടന്നു പോയെന്ന്, അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് ഡിഗ്രി അല്ല, എൻ്റെ സ്കൂൾ ഡേയ്സ് ആണ്. ഞാൻ പഠിച്ചതൊരു മുസ്ലിം സ്കൂളിലാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാം നല്ല ഈ പഞ്ഞിക്കെട്ട് പോലത്തെ പാവക്കുട്ടികളെ പോലത്തെ കുട്ടികളാണ്. മുസ്ലിം സ്കൂളാണല്ലോ, നല്ല വെളുത്ത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികളാണ്. ഞാനാണ് കൂട്ടത്തിൽ ഓഡ് വൺ. അപ്പം ചെല്ലുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അയ്യോ, ഞാൻ അവരെ പോലെ അല്ലല്ലോ, ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഞാൻ കുറച്ച് കറുത്തിട്ടാണ്, ഇത്തിരി വണ്ണമുണ്ട്, എന്നെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഓൾറെഡി എനിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്. പിന്നെ
അവരുടെ ഒരു ഗ്യാങ്ങിലേക്ക് ഞാൻ പെടാത്ത പോലെയായിരുന്നു. സ്കൂൾ ഡേയ്സ് എല്ലാം ഒറ്റയ്ക്കായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഒന്നും ഉണ്ടായിട്ടില്ല. സ്കൂൾ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ പേഴ്സണലായിട്ട് ഒത്തിരി പറയാൻ താല്പര്യമില്ല. ഓക്കെ. ഇപ്പം കുറേ പേര് ഇപ്പം പറഞ്ഞതുപോലെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറേ പേര് വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സുകളാണല്ലോ കൂടുതലും പറയുന്നത്. അതിനൊക്കെ ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പം ഷോർട്സ് ഒക്കെ കൂടുതലായിട്ടും ഇടാറുണ്ട്. അപ്പം അതിനുള്ള റെസ്പോൺസ് എങ്ങനെയുണ്ട്? ആളുകൾക്ക് എപ്പോഴും ആവശ്യം പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം, പെട്ടെന്ന് വണ്ണം കുറയ്ക്കാനുള്ള ഒരു ഡ്രിങ്ക് പറഞ്ഞു തരുമോ, വയറ് കുറയ്ക്കാനുള്ള ഒരു എക്സസൈസ് പറഞ്ഞു തരുമോ, ഏറ്റവും നല്ല ഒരു എക്സസൈസ് പറഞ്ഞു തരുമോ, ഇങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുക. എല്ലാവർക്കും വേണ്ടത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആ ഒരു കാര്യം, ആ ഒരു ഫാക്ടർ എന്താണെന്നാണ് എല്ലാവരും കൂടുതലായിട്ട് ചോദിക്കുക. പൊതുവേ ഒരു ധാരണ അങ്ങനെ എന്തോ ഒരു പർട്ടിക്കുലർ ഒരു സാധനമുണ്ട്, ഒരു വർക്കൗട്ട് ഉണ്ട് പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത്, ഒരു ഫുഡുണ്ട് പെട്ടെന്ന് വർക്കൗട്ട് കുറയുന്നത്. നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അതറിയാം, അതാണ് നമ്മളുടെ സീക്രട്ട്, ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് പൊതുവേ കൂടുതലും പേര് ചോദിക്കുക, എന്താണ് ആ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളതാണ്. പക്ഷെ ബേസിക്കലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റിൽ നടക്കുന്നതല്ല. പ്രോപ്പറായിട്ട് നമ്മൾ ഡയറ്റ്, ഒരു കാലറി ഡെഫിസിറ്റ് മാനേജ് ചെയ്യണം, പ്രോപ്പറായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ഒരു സ്ലീപ്പ് റൊട്ടീൻ വേണം, സ്ട്രെസ് മാനേജ്മെൻറ്റ് വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുപോലെ ബാലൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാണ് അപ്പം ചെയ്തു കൊടുക്കുന്നത്? ഇപ്പം എനിക്ക് പുറത്തുനിന്നും ക്ലയൻസ് ഉണ്ടാവും, നാട്ടിൽ നിന്നും ഉണ്ടാവും. നമ്മൾ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ക്ലയൻറ്റിൻ്റെ അവൈലബിലിറ്റി, അവർ താമസിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ തരം ഭക്ഷണങ്ങളാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് എന്തൊക്കെ ഫുഡ് പ്രിഫറൻസസ് ആണുള്ളത്. ഇപ്പൊ രാജിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുണ്ടാവും. ലൈക്ക് എനിക്ക് ചായ ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചോറ് നിർബന്ധമാണ്, ചോറ് മാറ്റിയിട്ട് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഓരോ കണ്ടീഷൻസ് ഉണ്ടല്ലോ. ക്ലയന്റിന് എന്തൊക്കെയാണോ താല്പര്യമുള്ളത് അതെല്ലാം നമ്മൾ ആ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യും. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തന്നെ എങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടി കഴിക്കണം എന്നുള്ളതാണ് ഞാൻ ബേസിക്കലി എൻ്റെ ക്ലയൻസിനെ പഠിപ്പിക്കുക. ഓക്കെ. അപ്പം ചിലർക്കൊക്കെ ഈ ചില ഫുഡിന് ഇപ്പം അലർജിയൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? അലർജിക് ആയിട്ടുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. ഇപ്പൊ പ്രോൺസ് ചില ആൾക്കാർക്ക്, ഇപ്പൊ ലാക്ടോസ് ഇൻടോളറന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ ഒഴിവാക്കി നിർത്താന്നുള്ളതേ ഉള്ളൂ. അലർജിക് ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റി നിർത്തുക, ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പം ചിലർക്ക് ജിമ്മിൽ ആദ്യ ദിവസം പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തന്നെ അവർ ഷുഗർ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചോറ് കട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയാം. അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ഒരിക്കലും അത് പറയില്ല കേട്ടോ. അങ്ങനെ ചെയ്യാൻ ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഞാൻ പറയില്ല ഷുഗർ കട്ട് ചെയ്യണം, റൈസ് കട്ട് ചെയ്യണം. ഇപ്പം എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു പിറന്നാൾ വന്ന് അവരുടെ കൂടെ ഒരു പീസ് കേക്ക് കഴിക്കാതെ എനിക്ക് ആ ഒരു ഇത് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണ്. ഒരു ഓണം വന്നാൽ, ഒരു വിഷു വന്നാൽ കുറച്ച് പായസം കുടിക്കാതെ, ഒരു സദ്യ കഴിക്കാതെയൊക്കെ എങ്ങനെ എൻ്റെ ഒരു ലൈഫ് പോകുന്നുള്ളത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പേഴ്സണലി എൻ്റെ ലൈഫിലുള്ള എല്ലാ മൊമെന്റ്സും എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ഭക്ഷണത്തിലാണേലും സിറ്റുവേഷൻസ് ആണെങ്കിലും റിലേഷൻഷിപ്സ് ആണെങ്കിലും ഒക്കെ. സോ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഷുഗർ കഴിക്കണമെങ്കിൽ നമുക്ക് മോഡറേറ്റ് ആയിട്ട് അത് കഴിക്കാം. റൈസ് ആണെങ്കിലും പോർഷൻ ബാലൻസ് ചെയ്ത് എല്ലാ ദിവസവും കഴിക്കാം. 2 നേരം കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന പോർഷൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം എങ്ങനെയാണ് അപ്പം നിങ്ങളുടെ വർക്കിംഗ് ടൈം എങ്ങനെയാണ്? ഇപ്പം ഫിറ്റ്നസ് ട്രെയിനർ ആണെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനറും കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് വളരെ കുറച്ച് ക്ലയൻസിനെ ഞാൻ പേഴ്സണലി ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലയൻസിനെ മാത്രം. പിന്നെ എനിക്കൊരു ടീമുണ്ട്, എനിക്ക് സ്റ്റാഫുണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, UAയിലും നാട്ടിലും ട്രെയിനേഴ്സ് ഉണ്ട്. സോ അവർ വഴിയാണ് ട്രെയിനിങ് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഓൾസോ എനിക്ക് ന്യൂട്രീഷനിസ്റ്റ്മാരുണ്ട്. സോ അവരുടെയും ഗൈഡൻസിലാണ് നമ്മുടെ ടീമിൻ്റെ പ്രോഗ്രാം എല്ലാം പോവുക. ഓക്കെ. അത് തിങ്കൾ മുതൽ വെള്ളി വരെ, മൺഡേ ടു സാറ്റർഡേ. ഓക്കെ. അപ്പം കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയാ? ഒരു സിംഗിൾ പേരന്റ് ആണെന്ന് അറിയാം. അപ്പൊ എങ്ങനെയാണ് അതും കൂടെ മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? എൻ്റെ സാറ്റർഡേ സൺഡേ, എൻ്റെ വീക്കെൻഡ്സ് രണ്ടും എൻ്റെ കുട്ടികൾക്കുള്ളതാണ്. വീക്കെൻഡ്സ് ആവാൻ അവരും വെയിറ്റ് ചെയ്യും, ഞാനും വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചുള്ളത് വീക്കെൻഡ്സിലാണ്. ഓക്കെ. ഈ ഒരു 90-ൽ നിന്ന് 65 കിലോയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അത് ഇൻസ്പയർഡ് ആയിട്ട് വന്ന ആൾക്കാരാരെങ്കിലും ഉണ്ട്? ഇപ്പം മലയാളികൾ പൊതുവെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറുന്നത്. അതിലേക്ക് എങ്ങനെയാണ് അത് ആരെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട്, അപ്പൊ ആര്യയെ കണ്ടുകൊണ്ട് തന്നെ വരുന്നവരുണ്ടോ? ഒരുപാട് പേരുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്ന, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഓരോ സിംഗിൾ മെസ്സേജിനും റിപ്ലൈ കൊടുക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് എൻക്വയറിയെക്കാട്ടിലും കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നതും എന്നോട് അല്ലാതെ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, ചേച്ചി ഞങ്ങൾക്കും ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാവോ? പിന്നെ ഒരുപാട് പേര് പറയും മാരീഡ് ആണെന്ന് അറിയില്ലായിരുന്നു, കുട്ടികളുണ്ടെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ ചില ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ പാർട്ടായിട്ടൊക്കെ ഞാൻ കുട്ടികളെ പ്രസന്റ് ചെയ്യുമ്പോഴാണ് അയ്യോ കുട്ടികളുണ്ടോ അറിയില്ലായിരുന്നു എന്നൊക്കെ പറയാം.
അപ്പോൾ എനിക്ക് 20 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടെന്നാലും എനിക്ക് ചിലപ്പോൾ ഒരു 30-35 വയസ്സുണ്ടെന്ന് തോന്നുമായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ സ്കിന്നിൻ്റെ എൻ്റെ ബോഡിയുടെയും കണ്ടീഷൻ. പക്ഷെ ഇപ്പം അതിൽ നിന്ന് കുറേ ബെറ്റർ ആയിട്ടുണ്ട്. അത് ഓൺലി ബിക്കോസ് ഓഫ് വർക്ക്ഔട്ട് ആൻഡ് ഡയറ്റ് ആണ്. ഇപ്പം കൊച്ചു കുട്ടികൾ വരെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഏജ് ഒരു ഫാക്ടർ ആണോ? ശരിക്കും ഏജ് ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് നമ്മളുടെ കോച്ചാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു 10-15 വയസ്സുള്ള പെൺകുട്ടികൾക്കും ജിമ്മിൽ പോവാം, 12 വയസ്സുള്ള ആൺകുട്ടികൾക്കും ജിമ്മിൽ പോവാം. പക്ഷെ തനിയെ ഒന്നും ചെയ്യാതിരിക്കുക. ബിക്കോസ് അവർക്ക് അറിയില്ല അവരെന്താ ചെയ്യുന്നത്, ആ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് എന്താണ്. ഒരു റൈറ്റ് വേയിൽ ഗൈഡ് ചെയ്യാൻ ഒരു കോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഏജിലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടോ ജിമ്മിൽ പോകുന്നതുകൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കറക്റ്റ് വേയിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു ട്രെയിനർ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഓക്കെ. ഇപ്പം കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ വെച്ച് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരായിരിക്കും ജിമ്മിലേക്ക് കൂടുതൽ പോകുന്നത്, സ്ത്രീകൾ വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ടിപ്സാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞാൽ ആൺകുട്ടികളെക്കാട്ടിലും പെൺകുട്ടികൾ ജിമ്മിൽ പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് പെൺകുട്ടികൾക്ക് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഗ്രാഫ് നേരെ താഴോട്ടാണ്. മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യും, മസിൽ മാസ് കുറയും, ബോൺ ഡെൻസിറ്റി കുറയും. ഇതൊക്കെ എല്ലാം പിന്നെ ഡിക്ലൈൻ ആണ്. ഒന്നും നമുക്ക് കൂടുതൽ മേലോട്ട് പോകാനില്ല. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ആ നിൽക്കുന്ന സ്റ്റേജിലെങ്കിലും നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മസിൽ മാസ് ബിൽഡ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ജിമ്മിൽ പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറഞ്ഞ് ഓസ്റ്റിയോപോറോസിസ് പിന്നെ ആർത്രൈറ്റിസ് പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏജ് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഓർഗണേ നമ്മുടെ ബോഡിയിലുള്ളത് മസിൽസ് ആണ്. അത് ആൺകുട്ടികളുടെ പോലെ തന്നെ പെൺകുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒത്തിരി പേർക്ക് പെൺകുട്ടികൾക്ക് PCOD-യുടെ പ്രോബ്ലംസ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? PCOD എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഓക്കെ, അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ കണ്ടീഷൻ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. PCOD എന്ന് പറയുന്നത് ഒരു പനി പോലെ വന്നു കഴിഞ്ഞാൽ അത് മാറുക എന്നൊരു സിറ്റുവേഷൻ ഇല്ല. അതിനെ റിവേഴ്സ് ചെയ്യാനേ പറ്റുള്ളൂ. അതിൻ്റെ എന്താ പറയുക, ഓരോ കണ്ടീഷൻസ് നമുക്ക് കുറച്ച്, അതായത് പീരിയഡ്സ് ഇറഗുലർ ആവണോ അത് നമുക്ക് റെഗുലർ ആക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ. ആക്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നു, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വരുന്നു, ഇതിനൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്ത് ഓരോ കണ്ടീഷൻസ് ആയിട്ട് ബെറ്റർ ആക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഇതിനും മെഡിസിൻ അല്ല ഹെൽപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ PCOD ആയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയാലും അവരാദ്യം പറയുക ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താനാണ്. അത്രയും വേഴ്സ്റ്റ് ഒരു കണ്ടീഷൻ ആയാൽ മാത്രമേ മെഡിക്കേഷൻ അവർ സജസ്റ്റ് ചെയ്യുള്ളൂ. എക്സസൈസ് ചെയ്യാം, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, സ്ലീപ്പ് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ കണ്ടീഷൻ ഉള്ളവർക്ക് കൂടുതലും ഈ ആങ്സൈറ്റി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. സോ അവർക്കും ഹെൽപ്പ് ചെയ്യുന്നത് സ്ട്രെസ് മാനേജ് ചെയ്യുക, ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കുക, ഇതൊക്കെയാണ്. ആര്യയുടെ ഒരു റൊട്ടീൻ പറയോ? നമുക്കും അറിയാൻ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ വീക്കിലി 4 ദിവസം വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ്. ജിമ്മിലും പോകുന്നില്ലേ? ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ട്. ഞാൻ പ്രൊഫഷണൽ അല്ല എങ്കിലും ഞാൻ പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. സോ വീക്ക്ലി 4 ഡേയ്സ് അതാണ് എൻ്റെ വർക്ക്ഔട്ട് സ്കെഡ്യൂൾ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഹോം കുക്ക്ഡ് ഫുഡ് തന്നെയാണ് കഴിക്കാറ്. പുറത്തുനിന്ന് കഴിക്കുന്നത് കുറവാണ്. എന്നാലും ഞാൻ പുറത്തുനിന്നും കഴിക്കാറുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളായിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻസിൽ വല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. പിന്നെ എല്ലാം ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് കേക്ക്സും ഡെസേർട്ട്സും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ അതെല്ലാം ഞാൻ വീട്ടിൽ തന്നെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഹോൾ ഗ്രെയിൻസ് ധാരാളമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. വീഡിയോ ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാറുണ്ട്, അത് ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, എങ്ങനെയാണ് എടുക്കുന്നത്? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആളാണ് എന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. വീട്ടിലെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതാണോ നമ്മളുടെ ഒരു സീക്രട്ട് എന്ന് തന്നെ പറയാൻ പറ്റുമോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. എന്താണ് നമ്മുടെ ഒരു മെനുവിൽ ഉൾപ്പെടുത്തേണ്ട കുറെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എപ്പോഴും നമ്മളൊരു പോർഷൻ ബാലൻസ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കാം. ഞാനിപ്പോൾ പേഴ്സണലി ആണെങ്കിലും എൻ്റെ ക്ലയൻസിനോടും പറയുന്നതാണ്, മേദ, എക്സസ് ആയിട്ടുള്ള ഓയിൽ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, എക്സസ് ആയിട്ടുള്ള സ്വീറ്റ്സ്, ഇതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാം. കഴിക്കാതിരുന്നാൽ നല്ലത്. അല്ലെങ്കിൽ പോർഷൻ കൺട്രോൾ ചെയ്യുക. പ്രോസസ്ഡ് ആയിട്ടുള്ള നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന സാധനങ്ങളില്ലേ, ലേസ്, ചിപ്സ് പോലത്തെ സാധനങ്ങൾ, പിന്നെ ക്യാൻഡായിട്ട് വരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ പാക്കറ്റിൽ വരുന്ന ജ്യൂസസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒന്ന് ലിമിറ്റ് ചെയ്യുക ഉപയോഗം. കൂടുതലായിട്ട് ഹോൾ ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന 3 വലിയ പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഈ 3 പ്ലേറ്റിലും ഹാഫ് ഓഫ് ദ പ്ലേറ്റ് വെജിറ്റബിൾസ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ 1/3 ഓഫ് ദ പ്ലേറ്റ് പ്രോട്ടീൻ ആഡ് ചെയ്യുക. ചിക്കൻ, ഫിഷ്, പനീർ, കടല, പയർ, ഈ ലെഗ്യൂംസ് ആൻഡ് ലെൻഡിൽസ് എല്ലാം. പിന്നെ ചിക്കനും ഫിഷും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പ്രോട്ടീനാണ്, അത് ഇൻക്ലൂഡ് ചെയ്യുക എല്ലാ മീലിലും. ഹോൾ ഗ്രെയിൻസ്, ചപ്പാത്തി, ചോറ്, മില്ലറ്റ്സ്, ഇതെല്ലാം ഉൾപ്പെടുത്തുക. ഇങ്ങനെ പോർഷൻ ബാലൻസ് ചെയ്ത് കഴിക്കുക, അത്രേ ഉള്ളൂ.
ഏതെങ്കിലും സെലിബ്രിറ്റീസുകൾ ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് വരാറുണ്ടോ? കുറച്ച് പേരെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഭുവനേശ്വരി ശ്രീശാന്ത്, സരിത ജയസൂര്യ, പിന്നെ ഇപ്പോൾ പ്രാർത്ഥന ഇന്ദ്രജിത്തിനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ കൂടുതലും സെലിബ്രിറ്റീസിനെക്കാട്ടിലും സാധാരണ ആൾക്കാരെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അതെന്താ അങ്ങനെ സെലിബ്രിറ്റീസിനെ ഫോക്കസ് ചെയ്യാത്തേ? വേറൊന്നല്ല, കൂടുതലും എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേരെങ്കിലും സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് നമുക്ക് പേയ്മെന്റ് ആയിരിക്കില്ല, പകരം അവരെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പെർട്ടിക്കുലർ ആളുടെ ട്രെയിനർ ആണെന്നുള്ളത് നമുക്ക് പബ്ലിസിറ്റി ചെയ്യാനും അതൊരു മാർക്കറ്റിംഗ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാനും പറ്റും. പക്ഷെ ഞാൻ അതിനെക്കാട്ടിലും എൻ്റെ ഒരു ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലയന്റ് ആണ്, അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ഓക്കെ, കേരളത്തിൽ നിന്നുള്ളവരാണ് കൂടുതൽ, വേറെ സ്ഥലത്തു നിന്നുള്ളവരാണ് കൂടുതൽ? മലയാളികളാണ്, പക്ഷെ കൂടുതൽ പേരും പുറത്തുനിന്നുള്ളവരാണ്. അതെന്തുകൊണ്ടാണ് അവര് കൂടുതലും നമ്മളുടെ അടുത്തോട്ട് വന്ന ട്രെയിനിങ്ങിനായിട്ട്? ഒന്നാമത്തെ കാര്യം, പുറത്ത് പേഴ്സണൽ ട്രെയിനിങ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്, കാനഡ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ. സോ അവർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ ഈസിയാണ്. പേയ്മെന്റ് വൈസ് ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റും. ഇവിടെയും നമുക്ക് ക്ലയൻസ് ഉണ്ട്, പക്ഷെ കൂടുതൽ പുറത്തുനിന്നാണ്. ഇപ്പം സാധാരണ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനർ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണത്, അങ്ങനെ ഒരു അഭിപ്രായം സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ട്. അതിനെക്കുറിച്ച് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ആരുടെ അടുത്തേക്കാണ് എത്തുന്നതെന്നതിനനുസരിച്ചാണ്. ഇപ്പം ഞങ്ങളുടെ ടീമാണെങ്കിൽ ഒരു 800 rupees മുതൽ നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബേസിക് പ്ലാൻ, ഒരു ഡയറ്റ് മുതൽ മുകളിലോട്ട്. അപ്പം ക്ലയന്റിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്ക് എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും, അവരുടെ ഹെൽത്തിന് വേണ്ടി, ഒരു ട്രെയിനർക്ക് വേണ്ടി, ഒരു ന്യൂട്രീഷനിസ്റ്റിന് വേണ്ടി അവർക്ക് എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് പ്ലാൻ ചൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ ഇപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ? അത് ഇത്ര മന്ത്സ്, 3 months, 6 months അങ്ങനെയാണോ, ലൈഫ് ലോങ് ആണോ, എങ്ങനെയാണത്? ബേസിക് ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ബാലൻസ് ചെയ്ത് കഴിക്കേണ്ടതെന്നാണ് ഇനിഷ്യലി നമ്മൾ ക്ലയൻസിനെ പഠിപ്പിക്കുക. അത് ഏത് പ്ലാൻ എടുക്കുന്നവർക്കും ബേസിക് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം അതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ ഹെൽപ്പ് ഇല്ലെങ്കിലും അവർക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അല്ലാതെ ഈ സാധാരണക്കാരിൽ ഇപ്പം വീട്ടമ്മമാര് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നു പറയുന്നു, അങ്ങനെയുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ടിപ്സ് എന്തായിരിക്കും? നമ്മുടെയൊക്കെ വീട്ടിൽ, ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിലും അമ്മമാരൊക്കെ നമുക്ക് ചോറ് തരുമ്പോഴത്തേനും ഒരു പാത്രം നിറയെ ചോറ്, ഒരു 90% ഭാഗം ചോറ്, സൈഡിലൊരു ചെറിയ കഷ്ണം മീൻ, ഇച്ചിരി ഉപ്പേരി അല്ലെങ്കിൽ ഇച്ചിരി അച്ചാർ, അങ്ങനെയായിരിക്കും നമ്മുടെ പ്ലേറ്റ് തരാം. അമ്മമാരെ വീട്ടിൽ നിന്ന് പ്ലേറ്റ് ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരെയും ആ ബാലൻസ് ഈറ്റിംഗ് പഠിപ്പിക്കാൻ പറ്റും. ലൈക്ക് ഈ പ്ലേറ്റിലുള്ള നിറയെ ചോറിന് പകരം 1/3 ഭാഗം മാത്രം ചോറായിട്ട് കുറയ്ക്കുക, 1/3 ഭാഗം പച്ചക്കറികൾ, ഉപ്പേരിയോ അവിയലോ എന്താണോ വീട്ടിലുള്ളത് അത്, 1/3 ഭാഗം പ്രോട്ടീൻ, ചിക്കനോ ഫിഷോ മുട്ടയോ എന്താണോ വീട്ടിലുള്ളത് അതേപോലെ. ഇങ്ങനെ പോർഷൻ ബാലൻസ് ചെയ്ത് കഴിക്കാൻ അമ്മമാരെയാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അമ്മമാരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും ഭർത്താവിനും പാരൻസിനും എല്ലാവരെയും അങ്ങനെ തന്നെ കഴിപ്പിക്കാനായിട്ട് അവർ എഫേർട്ട് എടുക്കും. പക്ഷെ ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരായിരിക്കും കൂടുതൽ, ഇപ്പം പറഞ്ഞ തലേ ദിവസത്തെ ഭക്ഷണമാണെങ്കിലും ചീത്തയാകാതെ അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകാതിരിക്കാൻ അമ്മമാരായിരിക്കും കൂടുതൽ കഴിച്ചു വരുന്നത്. അത് തന്നെ ആയിരിക്കില്ല എല്ലാ വീടുകളിലും ആ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ ഒരു ഷുഗർ കട്ട് അല്ലെങ്കിൽ ചോറ് കട്ട് ചെയ്യണമെന്ന്, അതിലെന്തെങ്കിലും തെറ്റായ എന്തെങ്കിലും ഉണ്ടോ? കാരണം ചിലർ ഫസ്റ്റ് ഡേ തന്നെ ചെയ്യുമ്പോഴേ ഷുഗർ കട്ട് ചെയ്യും അല്ലെങ്കിൽ ചോറ് കട്ട് ചെയ്യും, അതിലെന്തെങ്കിലും വാസ്തവം? ബേസിക്കലി അതിന് ആവശ്യമില്ല. ചോറെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ്, നമ്മുടെ ബോഡിയുടെ ബേസിക് സോഴ്സ് ഓഫ് എനർജിയാണ് കാർബ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ എഴുന്നേറ്റ് നടക്കണമെങ്കിലും ഓടിച്ചാടി നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എനർജി വേണമല്ലോ. അതിന് നമ്മൾ കാർബ് കഴിക്കണം. റൈസ്, പിന്നെ ചപ്പാത്തി, മില്ലറ്റ്, ഇതെല്ലാം സോഴ്സ് ഓഫ് കാർബാണ്. ഇതിലേത് വേണമെങ്കിലും കഴിക്കാം. ചോറ് എടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് രുചി കൂടുതലായതുകൊണ്ട് കറിയുടെ കൂടെ ചേർത്ത് നമുക്ക് പിന്നെയും കൂടുതൽ കഴിക്കാൻ തോന്നും ചോറ് കഴിക്കുമ്പോൾ. അതാണ് പ്രശ്നം. ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് പ്രശ്നം. ആദ്യം ഒരു പ്ലേറ്റിൽ എടുക്കുക, പോർഷൻ ബാലൻസ് ചെയ്ത് എടുക്കുക, ആ പോർഷൻ മാത്രം കഴിക്കുക. അങ്ങനെ ചെയ്താൽ ചോറ് നമുക്ക് പേടിക്കേണ്ട ഒരു സാധനമേ അല്ല. പക്ഷെ എല്ലാവരും ചിലർ ഇപ്പൊ അങ്ങനെ കുറച്ച് തെറ്റിദ്ധാരണകൾ വരുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇപ്പം ഡയറ്റിന് അപ്രോച്ച് ചെയ്യുന്ന കൂടുതൽ പേരും പറയുന്നത്, ഞാൻ ചോറ് ഒട്ടും കഴിക്കുന്നില്ല മാം, പക്ഷെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. ഞാൻ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തതാണ്, പക്ഷെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ എന്താന്ന് പറഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്താൽ വെയിറ്റ് കുറയും, അല്ലെങ്കിൽ ചോറ് കഴിക്കാതിരുന്നാൽ വെയിറ്റ് കുറയും എന്നുള്ളതാണ്. പക്ഷെ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയില്ല. ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന, നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി ഉണ്ട്. അതിലും കുറവ് കാലറി കൺസ്യൂം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം വെയിറ്റ് കുറയണം എന്നുണ്ടെങ്കിൽ. അതിന് നമ്മൾ ഷുഗർ കട്ട് ചെയ്തത് കൊണ്ട് മാത്രം വെയിറ്റ് കുറയില്ല. ഷുഗർ കട്ട് ചെയ്താലും നമ്മൾ കാലറി സർപ്ലസ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയില്ല, കൂടുള്ളൂ. ഇപ്പം സപ്ലിമെന്റ്സ് ഒക്കെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ എന്താണ് ഒരു ട്രെയിനർ നിലയിൽ പറയാനുള്ളത്?
ഇപ്പം സപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞാൽ ഞാൻ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യും, ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യും. ഇത് രണ്ടുമാണ് ഞാൻ സപ്ലിമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മൾട്ടിവൈറ്റമിൻ യൂസ് ചെയ്യാറുണ്ട്, ഒമേഗ 3 യൂസ് ചെയ്യാറുണ്ട്. ഇത് ബേസിക് സപ്ലിമെന്റ്സ് ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും നോർമലി ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന സപ്ലിമെന്റ്സ് ആണ്, മെഡിസിൻസ് അല്ല. ഇപ്പം നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഫുഡിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം നമ്മൾ 5 കളറിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരു ദിവസം കഴിക്കുവാണെങ്കിൽ നമുക്കൊരു മൾട്ടിവൈറ്റമിൻ സപ്ലിമെന്റിന്റെ ആവശ്യം വരില്ല. പക്ഷെ മേക്ക് ഷുവർ നമ്മൾ എല്ലാ ദിവസവും 5 കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നുണ്ടെന്ന്. വൈ? ബിക്കോസ് ഈ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ ഈ കളേഴ്സിലാണ് ഓരോ വൈറ്റമിൻസും കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇത് കഴിക്കുവാണെങ്കിൽ മാത്രം നമുക്കൊരു സപ്ലിമെന്റിന്റെ ആവശ്യം വരില്ല, കഴിക്കാമെന്നുണ്ടെങ്കിൽ. അത് പറ്റാത്തവർക്ക് ഒരു സപ്ലിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലേ? ഈ 5 കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ കളേഴ്സിലും ഓരോ വൈറ്റമിൻസ് ഉണ്ട്. ലൈക്ക് റെഡ് കളർ, ഇപ്പം നമുക്ക് ഫ്രൂട്ട്സ് എടുക്കുവാണെങ്കിൽ ആപ്പിൾ, പിന്നെ ഓറഞ്ച് കളർ നോക്കുവാണെങ്കിൽ പപ്പായ, ഗ്രീൻ കളർ നോക്കുവാണെങ്കിൽ ഗ്രീൻ ആപ്പിൾ, അങ്ങനെ ഓരോ കളേഴ്സ് ഉണ്ടല്ലോ. ഈ കളേഴ്സിലാണ് ഇതിന്റെ വൈറ്റമിൻസ് കോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ആവശ്യമാണ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ, കാർബ്, ഫാറ്റ്, ഇതൊക്കെയാണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന വളരെ ചെറിയ അളവിൽ മാത്രം നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും ആണ്. അതാണ് നമുക്ക് ഈ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ കിട്ടുക. ഓക്കെ, അമ്മ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആകുമ്പോൾ മക്കൾക്ക് എത്ര വയസ്സുള്ള കുട്ടികളൊക്കെയാണ്? എന്റെ മൂത്ത ആൾക്ക് 5 വയസ്സുണ്ട്, ഇളയാൾക്ക് 3 വയസ്സ്. അപ്പോൾ അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് മക്കളെ ഇപ്പോഴേ ചെറിയ രീതിയിൽ ഇങ്ങനെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര നിയന്ത്രണം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്റെ മൂത്ത ആളാണ് കൂടുതലും ഞാനുമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ടുള്ളത്. അവള് സ്കൂളിലൊക്കെ പോയി പറയും എന്റെ അമ്മ ജിമ്മാണ് അങ്ങനെയൊക്കെ പറയും. ടീച്ചേഴ്സൊക്കെ വിളിച്ച് ഇവളിങ്ങനെ സ്കൂളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് എന്നെ വിളിച്ച് പറയാറൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ബിക്കോസ് ദേ ആർ സോ ഭയങ്കര എൻ്റെ അമ്മ അങ്ങനെയാണ്, അവർ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് സംസാരിക്കുക. എന്നെക്കുറിച്ച് ആരോട് സംസാരിച്ചാലും എൻ്റെ അമ്മ ഭയങ്കര വലിയ കാര്യത്തിലാണ് കുട്ടികൾ പറയുക. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെയോ? പേരൻസ് എല്ലാം സപ്പോർട്ടീവാണ്, അവരെല്ലാവരും ഹാപ്പിയാണ്. ഇപ്പൊ എവിടെയാ ഇപ്പം താമസിക്കുന്നതും ഈ ക്ലാസ്സുകളൊക്കെ നടത്തുന്നതൊക്കെ? ഞാൻ കൊച്ചിയിലാണുള്ളത്. എൻ്റെ ട്രെയിനിങ്ങും എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. എൻ്റെ ടീം UAയിലും നാട്ടിലുമായിട്ടാണുള്ളത്. എൻ്റെ ട്രെയിനേഴ്സും ന്യൂട്രീഷനിസ്റ്റ് എല്ലാം. എൻ്റെ പാരൻസ് ഉള്ളത് ആലപ്പുഴയാണ്. എൻ്റെ കുട്ടികൾ അവരുടെ കൂടെയാണ്. വീക്കെൻഡ്സ് ആണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടാവുക. ഞാൻ ഒന്നെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അവരുടെ കൂടെ പോകും. വീക്കെൻഡ്സ് 2 ദിവസമാണ് ഞാനും കുട്ടികളും ഒരുമിച്ചുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഫിറ്റ്നസ് ട്രെയിനർ ആകണമെന്ന് പറഞ്ഞ് ഇൻസ്പയർഡ് ആയി വരുന്നവരോട് എന്തെങ്കിലും ഉപദേശമുണ്ടോ? ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആവണമെങ്കിൽ, ഒരു ലേഡി എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ, നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഫീൽഡിനോടൊരു താല്പര്യം വേണം. അതായത് നമുക്ക് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ, അതായത് ഒരു ചെറിയ കുട്ടിയാണേലും ഒരു പ്രായമായ ആളാണേലും എന്ത് ഹെൽത്ത് ഇഷ്യൂ അല്ലെ എന്ത് കണ്ടീഷൻ ഉള്ള ഒരാളാണേലും അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഇഷ്ടത്തോടെ സന്തോഷത്തോടെ അവരെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാനും ഒരു പാഷൻ, ഒരു താല്പര്യം വേണം. പേയ്മെന്റ് അല്ലെ പൈസ അല്ലെ ഒരു റെപ്യൂട്ടേഷൻ അങ്ങനെ മാത്രം എക്സ്പെക്ട് ചെയ്യാതെ നമുക്ക് ഒരു ക്ലയന്റിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ ഒരു താല്പര്യം വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. 2, സർട്ടിഫിക്കേഷൻ ജസ്റ്റ് പ്രൂഫ് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്നത് മാത്രം. പിന്നെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു വെക്കണം, അത് ആവശ്യമാണ്. പേഴ്സണൽ ട്രെയിനറാണ്, നമുക്ക് ഇവിടെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇത് രണ്ടുമാണ്, താല്പര്യം വേണം, ഒരു ക്വാളിഫിക്കേഷൻ വേണം, അത്രേ ഉള്ളൂ. ഒരു പേഴ്സണൽ ട്രെയിനർ അങ്ങനെ ഇത്രയൊക്കെ മതി. ആര്യ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരിടേണ്ടി വരാറുണ്ട്. അപ്പം ഞാനും ഒരു കുറെ ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കുകയാണ്, എൻ്റെ കുറച്ച് ഡൗട്ടുകൾ എന്ന് പറയും. ഇപ്പം സാധാരണ പുരുഷന്മാരാണ്, സ്ത്രീകളും ജിമ്മിൽ പോകാറുണ്ട്. അപ്പം എല്ലാ സ്ത്രീകളും ജിമ്മിൽ പോകുന്നത് അല്ല വീട്ടിൽ നന്നായിട്ട് പണിയെടുത്താൽ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? വീട്ടിൽ ജോലി ചെയ്യുന്നതിനെ എന്താ പറയാ, വീട്ടിൽ ജോലി ചെയ്യാന്നുള്ളത് നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫിസിക്കലി ഒരാൾ ആക്റ്റീവ് ആണ് എന്ന് പറയാം. പക്ഷെ അതൊരിക്കലും നമ്മൾ ജിമ്മിൽ പോയി അല്ലെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇത് രണ്ടും ഒന്നല്ല. ഇത് രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്ന ഒരു കാലറി പറഞ്ഞല്ലോ, അതിൽ ഒന്ന് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്. നമ്മുടെ ബോഡി റെസ്റ്റിലിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ബ്ലഡ് സർക്കുലേഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി. പിന്നെ ഒന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി. 1 മണിക്കൂറാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ആ 1 മണിക്കൂർ നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്ന കാലറി. പിന്നെ ഉള്ളത് തേർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അബ്സോർബ് ചെയ്യാനും ബോഡി ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി. ഇത് 3 കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നീറ്റ് എന്ന് പറയും. അതായത് നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ്. നമ്മളുടെ
ബോഡി ബാക്കിയുള്ള സമയം നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നു, നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, അതായത് റെസ്റ്റ് ഓഫ് ദ ഡേ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ഈ കാറ്റഗറിയിലാണ് വീട്ടിലെ ജോലികൾ ഉൾപ്പെടുക. അവര് ഒരു ദിവസം തുണി കഴുകുന്നു, പാത്രം കഴുകുന്നു, കുട്ടികളെ നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. യെസ്, കാലറി ബേൺ ചെയ്യുന്നുണ്ട്, ബട്ട് അത് മസിൽസിന് വേണ്ടിയല്ല. വീട്ടില് 24/7 വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് മുട്ടുവേദനയും നടുവേദനയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആഴ്ചയിൽ ഒരു 3-4 ദിവസം എക്സസൈസ് ചെയ്യുന്ന ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതായത് മസിൽസിനെ ഫോക്കസ് ചെയ്യുക, അതാണ്. അപ്പൊ വീട്ടിലിരുന്ന് മാത്രം ചെയ്യല്ല, നമുക്ക് ജിമ്മിൽ തന്നെ പോയി വർക്ക്ഔട്ട് ചെയ്താണ് ഏറ്റവും നല്ലത്. നിർബന്ധമില്ല, വീട്ടിലും നമുക്ക് വർക്ക്ഔട്ട്, പക്ഷേ റെസിസ്റ്റൻസ് വെയിറ്റ് ട്രെയിനിങ്. എനിക്കത് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ പൊതുവെ ഒരു ധാരണ 60 വയസ്സ് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യണ്ട എന്നൊരു ധാരണ ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ. പ്രായമായവർക്ക് മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. പ്രായമായവർക്കും മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും, അവർക്കും അത് ആവശ്യമാണ്. ജിമ്മിൽ പോയി 100 കിലോ പൊക്കണം എന്നല്ല പറയുന്നതിനർത്ഥം. ഒരു മിനിമം റെസിസ്റ്റൻസ് എങ്കിലും, ചെറിയ വെയ്റ്റ്സ്, ചെറിയ റെസിസ്റ്റൻസ് ബാൻഡ് എങ്കിലും യൂസ് ചെയ്യാം, മൊബിലിറ്റി ആക്ടിവിറ്റീസ് ചെയ്യാം, സ്ട്രെച്ചിങ് ചെയ്യാം, യോഗ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി മതി. ഇത് തന്നെ നിർബന്ധമായും ചെയ്യണം എന്ന് പറയില്ല. ആസ് എ ട്രെയിനർ ഞാൻ എപ്പോഴും സ്ട്രെങ്ത് ട്രെയിനിങ് ഫോക്കസ് ചെയ്യാനേ പറയുള്ളൂ. കാരണം എനിക്കറിയാവുന്ന എല്ലാ ട്രെയിനിങ് ഫോമിനെ വെച്ച് കമ്പയർ ചെയ്താൽ ഏറ്റവും ബെനിഫിറ്റ്സ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാനേ പറയുള്ളൂ. ഇനി നിങ്ങൾക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനി കൈൻഡ് ഓഫ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പ്രായമായവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മൊബിലിറ്റി റിഹാബ് പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ഓക്കെ. ഈ കോവിഡിന് ശേഷം പെൺകുട്ടികൾ കൂടുതൽ ജിമ്മിലേക്ക് വരുന്നുണ്ട് അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? അപ്പം അതെന്തുകൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? കോവിഡിന് ശേഷം പെൺകുട്ടികൾ മാത്രമല്ല, ഈ പോസ്റ്റ് കോവിഡ് ഈ ഒരു ഇത്രയും നാള് വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് വെയിറ്റ് കൂടി, കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന്, ഹെൽത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ, അവരുടെ ഫിറ്റ്നസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു വലിയ ശതമാനം ആൾക്കാരുണ്ട്. പെൺകുട്ടികളെ പോലെ തന്നെയല്ല, ഒരുപാട് പേര്, ആൺകുട്ടികളായാലും വീട്ടിലുള്ള അച്ഛനമ്മമാരായാലും ഒരുപാട് പേര് ജിമ്മിലേക്ക് കോവിഡിന് ശേഷം വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിലും നമ്മുടെ അടുത്ത് ഒരുപാട് പേര് കോവിഡിന് ശേഷം വരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് പിന്നെ കുറച്ച് നാൾ ജിമ്മിൽ പോയി കഴിയുമ്പോഴത്തേനും അതൊരു അഡിക്ഷൻ ആവും. അത് ഇപ്പോഴത്തെ ഒരു സീസൺ അങ്ങനെയാണ്. പെൺകുട്ടികൾക്ക് ജിമ്മിൽ പോകാൻ താല്പര്യം കൂടുതലാണ്, ആക്ടിവിറ്റീസ് താല്പര്യം കൂടുതലാണ്. കോമ്പറ്റീഷൻ ലെവലിലേക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കോവിഡിനൊക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, 1-2 പേര് ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പക്ഷെ ഒരുപാട് പേര് കോമ്പറ്റീഷൻ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ കോമ്പറ്റീഷന് പോകുന്ന പെൺകുട്ടികളെ കാണുമ്പോഴത്തേന് ചിലർ പറയും ഇത് മരുന്നടിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ടാണ് ഇങ്ങനെ ആയേ എന്നൊരു ധാരണയുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ്, വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ബോഡി മാൻലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ ഞാൻ പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ആൺകുട്ടികളുടെ പോലെ ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഭയങ്കര മസിൽസ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി എനിക്കില്ല. ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ഒരു ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ മേ ബി മെഡിസിൻസ് യൂസ് ചെയ്യും. ആ ഒരു സ്റ്റേജിൽ അത് ആവശ്യമാണ്, അത് ആ പ്രൊഫഷന്റെ ഭാഗമാണ്. ഞാൻ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത് ആ പ്രൊഫഷന്റെ ഭാഗമാണ്. ആൺകുട്ടികളെ പോലെ തന്നെ മെഡിസിൻ ചെയ്യുന്ന പെൺകുട്ടികളും ഉണ്ട്. കോമ്പറ്റീഷൻ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അത്ലറ്റിന് അത് ആവശ്യമാണ്. ആര്യ ആ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് നോക്കിയിട്ടില്ലായിരുന്നു? അപ്പം എനിക്കതൊരു താല്പര്യം തോന്നിയിട്ടില്ല. എനിക്ക് കൂടുതലും എന്താ പറയാ, ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് തോന്നിയിട്ടുള്ളത്. അവർക്കൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ, അല്ലെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പ് ആവണം, അല്ലെ അവർക്കൊരു ട്രാൻസ്ഫോർമേഷന് ഗൈഡൻസ് ആവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഒരു ബോഡി ബിൽഡർ ആവണം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ. നമുക്ക് സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നത് എനിക്കൊന്ന് റിമി ടോമി ആണെന്ന് തോന്നുന്നല്ലേ? അത് പല പെൺകുട്ടികളുടെ റിമി ടോമി ഒരു പണ്ട് നോക്കിയിരിക്കുന്ന ആ ലുക്കേ അല്ല, ഒരു മേക്ക് ഓവർ തന്നെയാണ്, അതിനേക്കുള്ളൊരു ബോഡി ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ അപ്പം നമുക്കും പറ്റുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് റിമി ടോമി. ഇപ്പം പൊതുവേ എന്താ പറയാ, നമുക്കിപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണല്ലോ. വെയിറ്റ് ലോസിനാണെങ്കിലും എന്താ പറയാ, ലൈപ്പോസിഷൻ, പിന്നെ ഇംപ്ലാന്റ്സ് അല്ലാതെ റിമൂവ് ചെയ്യുന്നത്, അങ്ങനെ കുറേ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. കൂടുതലും സെലിബ്രിറ്റീസിന്റെ സൈഡിലെടുത്താൽ നമ്മൾ അങ്ങനെയാണ് കേൾക്കുക, ട്രീറ്റ്മെന്റ് സൈഡാണ്. പക്ഷെ നമുക്കിങ്ങനെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റുന്ന, അല്ലെ അവരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ത്രൂ കാണിച്ചിട്ടുള്ള ഒരാളാണ് റിമി ടോമി. ഭയങ്കരമായിട്ടുള്ള വർക്കൗട്ടും ഡയറ്റും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു ആളാണ്. നമ്മൾ അത് ഒരു മാസം 2 മാസം കൊണ്ടല്ല, ഇയേഴ്സ്, കുറെ വർഷങ്ങൾ കൊണ്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഒരാളാണ്. സോ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്.
പിന്നെ ചിലർ ഈ ഷോർട്ട് കട്ട് പറയുന്നത് ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തേനൊഴിച്ച് ചൂടുവെള്ളത്തിൽ തേനൊഴിച്ച് കുടിച്ചാൽ അല്ലെങ്കിൽ നാരങ്ങാനീര് കുടിച്ചാൽ എന്നൊക്കെ പിന്നെ പെട്ടെന്ന് വണ്ണം കുറയുന്നു പറയും. അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ്. കുറയില്ല ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കാലറി ഡെഫിസിറ്റിലായിരിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. ബിറ്റ്വീൻ നമ്മളൊരു കേക്ക് കഴിച്ചാലോ ഒരു സ്പൂൺ മധുരയിട്ടൊരു ചായ കുടിച്ചെന്നാലോ ചോറ് കഴിച്ചെന്നാലോ ഇതൊന്നും ഫാക്ടർ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി ഉണ്ട്. ഈ കാലറിയിലും കുറച്ച് കാലറി നമ്മൾ കൺസ്യൂം ചെയ്താൽ മതി. ഒരു ദിവസം 2 ദിവസം അല്ല, ഫോർ എ പീരിയഡ് ഓഫ് ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു പ്രാക്ടീസ് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലാതെ ഒരു ഡീടോക്സ് ഡ്രിങ്ക് കുടിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ വേറെ സംശയമാണ്, ഈ നമ്മൾ കുറച്ച് ഓടിക്കഴിഞ്ഞ് വിയർത്ത് കഴിഞ്ഞാൽ അന്ന് ഫാറ്റ് ബേൺ ചെയ്യും എന്നൊരു ധാരണയുണ്ട്. ഇല്ല, എനിക്ക് അങ്ങനെ ആൾക്കാരെ അറിയാം. വേർക്കാൻ വേണ്ടി 2 പാന്റും ജാക്കറ്റും ഒക്കെ ഇട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേർക്കാൻ വേണ്ടി ഈ വിക്സും അമൃതാഞ്ജനും ഒക്കെ തേച്ചിട്ട് അതിനുള്ളിൽ ജാക്കറ്റ് ഇട്ട് ഉള്ളിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഫാറ്റ് ബേണിംഗ് എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് പ്രോസസ്സാണ്. നമ്മുടെ ബോഡി മെറ്റബോളൈസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഫാറ്റ് ബേണിംഗ് നടക്കുക. പക്ഷെ വേർപ്പെന്ന് പറയുന്നത് ഒരു കൂളിംഗ് പ്രോസസ്സാണ്. നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബോഡി എടുക്കുന്ന ഒരു മെക്കാനിസമാണ് സ്വെറ്റ് ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോൾ ചൂടുള്ളൊരു സാഹചര്യത്തിൽ ഇരുന്നാലും നമ്മൾ വേർക്കും, ഓക്കെ, ഓടിയാലും വേർക്കും. ബിക്കോസ് അപ്പം നമ്മൾ ഈ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഫാറ്റേ ഉണ്ടാവില്ലല്ലോ വേർക്കുന്നതുകൊണ്ടാണെങ്കിൽ. അതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ല. ഓക്കെ, നന്നായി ഭക്ഷണം കഴിച്ച് നന്നായി വർക്കൗട്ട് ചെയ്താൽ നല്ലതായിട്ട് ആ ശരീരത്തിൽ കാണാൻ പറ്റും. ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാം, മെയിൻ്റനൻസ് ആണെങ്കിൽ ഓക്കെ. പക്ഷെ വെയിറ്റ് കുറയ്ക്കണമെന്നാണെങ്കിൽ നമ്മളൊരു ഡെഫിസിറ്റിലായിരിക്കണം. വെയിറ്റ് കൂട്ടണം എന്നാണെങ്കിൽ നമ്മളൊരു സർപ്ലസിലായിരിക്കണം. ഇനി ഇത് രണ്ടും വേണ്ട, ഇപ്പോൾ ഉള്ളതിൽ തന്നെ നിലനിർത്താനാണെങ്കിൽ മെയിൻ്റനൻസ് കാലറിയിലായിരിക്കണം. ഏത് ഏജ് കാറ്റഗറിയിലുള്ളവരാണ് കൂടുതൽ ഈ സെഷന് പങ്കെടുക്കുന്നത്? എനിക്ക് എൻക്വയറി കൂടുതലും വരുന്നത് ഈ കല്യാണം കഴിഞ്ഞുള്ള കുട്ടികൾ, പിന്നെ അമ്മമാര്, ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് പെർമിഷൻ ഇല്ല, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ, അങ്ങനെ ഹെൽപ്ലെസ് ആയിട്ടുള്ള കുട്ടികളാണ് കൂടുതൽ പേരും ചോദിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ജോലി ഇല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇൻകം ഒന്നും ഇല്ലാതെ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നവരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും. എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ചേച്ചി പറയുന്ന ടിപ്സൊക്കെ ഞങ്ങൾക്ക് കുറേ ഹെൽപ്ഫുള്ളാണ്, ഞാൻ വീഡിയോ നോക്കി കുറേ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതൽ പേരും. അങ്ങനെ ആരെങ്കിലും അവനോട് അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? ഇപ്പൊ ഇതുപോലെ ഒരു ലൈഫ് വെയിറ്റ് കുറച്ചതിന് ശേഷമുള്ള ഒരു ജേണിയെ കുറിച്ച് അതെന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? അതായത് ഇപ്പൊ എന്റെ പ്രോഗ്രാം എടുക്കാതെ തന്നെ നമ്മുടെ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ജനറൽ ടിപ്സും ഒക്കെ വെച്ച് അവർ വെയിറ്റ് കുറയ്ക്കുകയും ചേഞ്ചസ് വരുത്തുകയും ചെയ്ത് ഒരുപാട് പേരുണ്ട്. എനിക്ക് പേഴ്സണലി അവർ മെസ്സേജ് ചെയ്യാറുണ്ട്, ചേച്ചി ഞാൻ ഇത്ര കിലോ കുറച്ചു, ഇങ്ങനെയായി, ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ മെസ്സേജ് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് അറിയുമ്പോഴത്തേനും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും സന്തോഷം ആരെങ്കിലുമൊക്കെ നമ്മളെ ഇങ്ങോട്ട് പറയുമ്പോഴാണ്, ചേച്ചിയുടെ വീഡിയോസൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു പാർട്ട്. ഈ വീഡിയോ കണ്ടന്റ് എന്ന് പറയുന്ന ആൾക്കാരുടെ സംശയങ്ങളാണോ നമ്മൾ ചെയ്തു കാണിക്കുന്നത്? വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ഞാനൊരു ബിഗിനർ ആയിരുന്നപ്പോൾ, ഞാൻ ഈ പഠിക്കുന്നതിനൊക്കെ മുന്നേ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ചോദിച്ച് അതിനൊരു റൈറ്റ് ആൻസർ തരാൻ പറ്റുന്ന ആൾക്കാരും അപ്പം എൻ്റെ സറൗണ്ടിങ്സിൽ ഇല്ല. അന്നേരം എനിക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം എൻ്റെ വീഡിയോയുടെ ഓരോ ടോപ്പിക്സ്. ഇപ്പം ഈ കണ്ടന്റ് എങ്ങനെ എടുക്കുന്നത്? ഡെയിലി എടുക്കുമോ? അതെങ്ങനെ ഒരു റുട്ടീൻ? പണ്ട് ഞാനൊരു ബിഗിനർ ആയിരുന്നപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതിനനുസരിച്ച് ഞാൻ ടോപ്പിക്സ് നോട്ട് ചെയ്ത് വെക്കും, കോണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യും, റെഫറൻസ് എടുക്കും, റീസെൻറ്റ് സ്റ്റഡീസ് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യും, ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലേ എന്ന് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാറാണ് ചെയ്യുക. ഓക്കെ, ഒരു യങ്സ്റ്റേഴ്സിന് ഒരു ടിപ്സ് എന്താ പറഞ്ഞു കൊടുക്കാറുള്ളത്? സെൽഫായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക, അവനവൻ്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു പോയിന്റിൽ ചെറിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും എല്ലാവരും വിചാരിക്കും ഓക്കെ വേറൊരാൾക്കായിരിക്കും എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക, ബോയ് ഫ്രണ്ടിന്, ഹസ്ബൻഡിന്, പാർട്ട്ണർക്ക്, പാരൻസിന്, കുട്ടികൾക്ക്. വേറെ ആൾക്കായിരിക്കും അവരെക്കാട്ടിലും പ്രയോറിറ്റി. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളെ തന്നെ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റീസ് കൊടുക്കണം, നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണം എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാൻ. നമ്മൾ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും മറ്റൊരാളും നമ്മളെ ട്രീറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോറിറ്റീസ് കൊടുക്കുമ്പോൾ നമുക്കും ആരും പ്രയോറിറ്റി തരാൻ പോകുന്നില്ല.
ഹെൽത്ത് ഫോക്കസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ഡയറ്റ് ശ്രദ്ധിക്കുക, സ്ലീപ്പ് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ മാനേജ് ചെയ്തില്ലെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ വേറെ ആരും നമ്മുടെ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യാനുണ്ടാവില്ല. നമ്മൾ പ്രയോറിറ്റി കൊടുത്തവരാരും നമ്മളെ ടേക്ക് കെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും സെൽഫായിട്ട് കെയർ ചെയ്യുക. ആര്യയുടെ ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് സെഷന് പങ്കെടുക്കണേ എങ്ങനെയാണ് ആര്യ കോൺടാക്ട് ചെയ്യേണ്ടത്? നമുക്ക് മെസ്സേജ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് കൊടുക്കും. ഓരോ പ്രോഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. യൂട്യൂബും ഫേസ്ബുക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കറന്റ് ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ. നമുക്ക് പേഴ്സണലി DM ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറന്റ് കൊടുക്കുന്ന പ്രോഗ്രാമിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് ഷെയർ ചെയ്യും. സോ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അതിൽ പ്രോഗ്രാം ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും വിലപ്പെട്ട അറിവുകൾ നമുക്ക് പറഞ്ഞു തന്നതിന് വെരി വെരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്.